അത് മാത്രമല്ല, നമ്മളിവിടെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 പാസ്സാക്കി. അതും നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി നമ്മുടെ അവകാശമാണ്, ഭക്ഷണം നമ്മുടെ അവകാശമാണെന്നാക്കുന്ന അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കിടക്കെ, ആവശ്യങ്ങൾ കിടക്കെയാണ് ഈ പറയപ്പെട്ട ഉച്ചക്കഞ്ഞിക്ക് പിന്നെ ഫസൈ സ്റ്റാൻഡേർഡ്സ് ഒന്നും നോക്കണ്ട, എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡ്. പിന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ ഇടപെട്ടിട്ട് ഒരു പക്ഷേ പഴയതുപോലെ തന്നെ ഈ ശമ്പളവും 50% വർധനവും എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നില്ല ഇപ്പോഴത്തെ ശമ്പളത്തിൻ്റെ നിലനിൽപ്പ്. പക്ഷേ ഇപ്പോൾ താങ്കൾ ചോദിച്ച ആ കാര്യങ്ങളുണ്ടല്ലോ, അതായത് മറ്റ് ചെലവുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മുഴുവൻ അവനവന് മാത്രമല്ല വീട്ടിലുള്ളവരുടെയും ആസ്പത്രി ചെലവുകൾ വന്നാൽ ചികിത്സാ ചെലവുകളെല്ലാം വഹിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എങ്കിലും അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഒരാൾ, അദ്ദേഹം മന്ത്രിയായിരുന്നിട്ടുണ്ട്, ഇവിടെ MLA ആയിരുന്നു. MLA ആയിരുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റിന് അമേരിക്കയിൽ പോയി ട്രീറ്റ്മെൻറ്റാണ് 1,92,00,000 രൂപ വാങ്ങിച്ച ഒരു MLA എനിക്കറിയാം. ആ പേര് വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, കേരളം ഈ 3 സംസ്ഥാനങ്ങളാണ് GSDPയുടെ 35% കടമെടുത്ത സംസ്ഥാനങ്ങൾ. അങ്ങനെ തീരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്കാർക്ക് ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴിയുള്ള കടമില്ല. നമസ്കാരം. നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ഒരു 2 ദിവസത്തിന് മുമ്പ് ഒരു വാർത്ത വന്നത്. MLAമാരുടെയും മന്ത്രിമാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കാൻ പോകുന്നു. ക്ഷേമ പെൻഷൻ വേണ്ട രീതിയിൽ കൊടുക്കാത്ത ഒരു സർക്കാർ, സാധാരണക്കാരന് സബ്സിഡി നിരക്കിലെ സാധനങ്ങൾ പോലും കിട്ടാത്ത ഒരവസ്ഥ. ഈ സമയത്താണ് മന്ത്രിമാരുടെയും MLAമാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കാൻ പോകുന്നത്. എല്ലാ തരത്തിലുള്ള ആനുകൂല്യവും കൈപ്പറ്റി സുഖലോലുപതയിൽ കഴിയുന്നവർക്ക് വീണ്ടും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ശമ്പള വർധനവോടും കൂടി പോകുന്നു എന്ന് പറയുമ്പോൾ ഏത് സാധാരണക്കാരനാണ് ഞെട്ടിപ്പോകാത്തത്? സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നു മലയാളി വാർത്തയോട്. അപ്പോൾ മന്ത്രിമാരുടെയും MLAമാരുടെയും ശമ്പള പരിഷ്കരണമാണ് നമ്മുടെ ചർച്ചാ വിഷയം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതിരൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ കേരളം കടന്നു പോവുകയാണ്. അതായത് കേരളം രൂപീകരിച്ചതിന് ശേഷം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത അത്ര രൂക്ഷമാണ് ഇപ്പോഴത്തെ ധനപ്രതിസന്ധി എന്നുള്ളത് ആരും സമ്മതിക്കും. അപ്പോൾ അത്തരം ഒരു കാലഘട്ടത്തിലാണ് ശമ്പള പരിഷ്കരണത്തെപ്പറ്റി ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നത്. ഈ ധനപ്രതിസന്ധി രൂക്ഷമെന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അതിൻ്റെ ആ രൂക്ഷത എത്ര കണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇപ്രാവശ്യത്തെ ബജറ്റ് ഇൻ ബ്രീഫ് 2024-25 ബജറ്റ് ഇൻ ബ്രീഫിൽ ഇപ്പോഴത്തെ കടം, അതായത് പ്രതീക്ഷിക്കുന്ന കടം, ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്കും പ്രതീക്ഷിക്കുന്ന കടത്തിൻ്റെ കണക്കുണ്ട്. അപ്പം നമുക്ക് നോക്കാം. 1956 മുതൽ 2016 വരെ, അതായത് 2016-ലാണല്ലോ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ നിന്ന് പിണറായി വിജയൻ ഗവൺമെൻറ് ഭരണം ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതുവരെ 2016 വരെ 1956 കേരളം ഫോം ചെയ്ത ആ വർഷം മുതൽ 2016 വരെയുള്ള കടം എത്രയായിരുന്നു? 1,53,200 കോടിയായിരുന്നു 2016 ഉമ്മൻചാണ്ടി സ്ഥാനം ഒഴിയുമ്പോൾ ഉണ്ടായിരുന്ന കടം. അതും ബജറ്റ് ഇൻ ബ്രീഫിൽ തന്നെ ലഭ്യമായ കണക്കാണ്. ഇപ്പോഴാ കടം എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോഴാ കടം 4,857,857.25 കോടി, അതായത് 4,47,857.25 കോടിയിൽ എത്തി നിൽക്കുകയാണ്. അതായത് 2016-നും 2023-24-25 ഇടയ്ക്കുണ്ടായ വർധനവ് 192.34% വർധനവാണ് ഉണ്ടായത് കടത്തിൽ. എന്ന് വെച്ചാൽ ഏകദേശം ഇരട്ടിയായി എന്നർത്ഥം. 1956 മുതൽ 2016 വരെ എടുത്ത കടത്തിൻ്റെ ഏകദേശം ഇരട്ടി കടമാണ് ഈ ചെറിയ കാലയളവിൽ 8 വർഷം കൊണ്ട് എടുത്തത് എന്ന അർത്ഥം. എന്ന് വെച്ചാൽ ധനപ്രതിസന്ധി രൂക്ഷത അതിൽ നിന്ന് തന്നെ ക്ലിയറാണ്. പക്ഷെ അതവിടെയും തീരുന്നില്ല. ഇത് FRBM നിയമം അനുസരിച്ച് ഇപ്പോൾ ഈ ഗവൺമെൻറ് നിലവിൽ വന്നതിന് ശേഷം ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് എടുക്കാവുന്ന കടത്തിൻ്റെ പരിധി എല്ലാ തവണയും ലംഘിച്ചിരിക്കുന്നു.
എല്ലാ തവണയും ലംഘിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായ ലംഘനം 2019-20 മുതലാണ് തുടങ്ങിയത്. 2019-20 മുതൽ FRBM നിയമം അനുസരിച്ച് സഞ്ചിത കടം GSDPയുടെ 29% മുകളിൽ പോകാൻ പാടില്ല, അതിന് താഴെ നിൽക്കണം. പക്ഷേ 19-20 മുതൽ ഇങ്ങോട്ടുള്ള വർഷങ്ങളിലൊക്കെ അത് 35, 38 ഈ തരത്തിൽ ഉയർന്നുയർന്നു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അവസാനം ഇപ്പോൾ ഇത്ര വലിയ കടത്തിൻ്റെ അവസ്ഥയിലെത്തിയത്. പോകട്ടെ, ഇതുകൊണ്ട് തീരുന്നില്ല ഇവിടുത്തെ കടം എന്നുള്ളതാണ്. ഈ കടം തന്നെ അതായത് ഏറ്റവും കടം കൂടിയ ഏതാനും സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആ ഏതാനും സംസ്ഥാനങ്ങൾ റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, കേരളം, ഈ 3 സംസ്ഥാനങ്ങളാണ് GSDPയുടെ 35% കടമെടുത്ത സംസ്ഥാനങ്ങൾ. അങ്ങനെ തീരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്കാർക്ക് ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴിയുള്ള കടമില്ല. അത് കേരളത്തെ കൂടുതൽ കുഴയ്ക്കുന്നത് അതായത് ബുദ്ധിമുട്ടിക്കുന്നത്, അതായത് ധനപ്രതിസന്ധി രൂക്ഷമാക്കുന്നത് ഈ പറയപ്പെട്ട ഈ 2 പ്രതിഭാസങ്ങൾ. ഏത് 2 പ്രതിഭാസങ്ങൾ? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി വഴി എടുത്തിരിക്കുന്ന കടം, അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴി എടുത്തിരിക്കുന്ന കടം. ഈ 2 സോഴ്സിലൂടെയുള്ള കടമെടുപ്പ് ബജറ്റിന് പുറത്താണ് എന്ന് നമ്മുടെ ധനമന്ത്രിമാർ വാശി പിടിക്കുന്നു. പക്ഷേ അത് ബജറ്റിനകത്ത് തന്നെ വരേണ്ടതാണ് എന്ന് കേന്ദ്ര ധനമന്ത്രി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, CAG എന്നിവരൊക്കെ പറയുന്നു. അത് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാകും അത് ബജറ്റിനകത്ത് വരേണ്ട കടമാണ്, ബജറ്റിന് കാരണം അതിൻ്റെ ബജറ്റിൻ്റെ ഫണ്ട് എവിടെ നിന്ന് വരുത്തി എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതല്ല, അതെങ്ങനെ തിരിച്ചു കൊടുക്കാനുള്ള സോഴ്സസ് മുഴുവൻ ബജറ്റിനകത്താണ്. അപ്പോൾ പിന്നെ അത് ബജറ്റിനകത്തെ കടമല്ല പുറത്തെ കടമാണെന്ന് പറയുന്നത് എന്ത് നോൺസെൻസാണ്? അങ്ങനെ അങ്ങനെ ബജറ്റിന് അകത്തെടുത്തു എന്ന് ഇവർ പറയുന്ന കടം തന്നെ 4,47,000-ലധികം. അതിനോടൊപ്പമാണ് കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡും വഴി എടുത്തിരിക്കുന്ന കടം. അങ്ങനെ അതിരൂക്ഷമായ ധനപ്രതിസന്ധിയിലാണ്. നമുക്കറിയാം, ആശുപത്രികളിൽ മരുന്നില്ല, മെഡിക്കൽ കോളേജുകളിൽ സർജറിക്ക് വേണ്ട ഉപകരണങ്ങളില്ല. അതുപോലെ തന്നെയാണ് മറ്റ് നമുക്ക് കാരുണ്യ ബെനവലൻസ് സ്കീമിൻ്റെ അവസ്ഥ നമുക്കറിയാം. അതുപോലെ സ്കൂൾ ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല. സപ്ലൈകോയിൽ വാക്ക് പറഞ്ഞിരുന്ന പോലെ, ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്ന പോലെ 13 ഉൽപ്പന്നങ്ങൾ വില കൂട്ടി കൊടുക്കേണ്ടി വരുന്നു, വില ഇരട്ടിയാക്കുന്നു, എന്നിട്ടും ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ലാത്ത അവസ്ഥ. ഇങ്ങനെ സമസ്ത മേഖലകളിലും ഇല്ലായ്മയും വല്ലായ്മയും മാത്രമാണുള്ളത്. അത്ര രൂക്ഷമായ ധനപ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ആ പ്രതിസന്ധിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ വരെ കേസ്, കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് വഴക്ക്, ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ശമ്പള വർധനവിനെ പറ്റി സർക്കാർ ആലോചിക്കുന്നത്. 1128 കോടി രൂപയാണ് ഈ കാരുണ്യ സ്കീമിൽ ചേർന്നിരിക്കുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക. അതുകൊണ്ട് സ്വകാര്യ ആശുപത്രികളൊക്കെ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഓർക്കണം, അത് ആരെയാണ് ബാധിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ 5 രോഗങ്ങൾ, അത് വളരെയധികം പണച്ചെലവുള്ള രോഗങ്ങൾ, കിഡ്നിയെ ബാധിക്കുന്നത്, കരളിനെ ബാധിക്കുന്നത്, ഹൃദയത്തെ ബാധിക്കുന്നത്, ക്യാൻസർ, ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാരുണ്യ പദ്ധതി ഉള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ സ്വകാര്യ ആശുപത്രികൾ വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട രോഗികൾക്ക് ഇത്തരം രോഗം ബാധിച്ചാൽ അവർ മരിക്കുക എന്നേ രക്ഷയുള്ളൂ. കാരണം അവർക്ക് അതിൻ്റെ ചിലവ് വഹിച്ച് മുന്നോട്ട് പോകാനൊക്കില്ല. അതേസമയത്ത് പണക്കാരാണെങ്കിൽ ഇവിടെ നല്ല സ്വകാര്യ ആശുപത്രികളുണ്ട്, അത് കാരണം അവർക്ക് പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇങ്ങനെ, അതായത് ഈ കേരളത്തിൻ്റെ ധനപ്രതിസന്ധി എന്ന് താങ്കൾ പറഞ്ഞത് എത്ര രൂക്ഷമാണ് എന്ന് കാണിക്കാനാണ് ഞാൻ ഈ ആരോഗ്യമേഖല, കാരുണ്യ പദ്ധതി, അതുപോലെ തന്നെ സപ്ലൈകോയുടെ അവസ്ഥ, ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ അടുത്തിടെ ഗവൺമെൻറ് പറഞ്ഞു ഇനി ഈ FSSAI, അതായത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് ഭക്ഷ്യ ഗുണനിലവാരം നോക്കേണ്ട കാര്യമില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ FSSAI സ്റ്റാൻഡേർഡ്സ് നോക്കേണ്ട കാര്യമില്ല, ഉച്ചക്കഞ്ഞി കൊടുക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സപ്ലൈക്കോ
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോശം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കിട്ടുന്നത്, അതാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ ആ വർക്ക് അതിൻ്റെ തൊഴിൽ ചെയ്യുന്നവർക്കും കുടിശ്ശിക എടുക്കും, അവർക്കും ശമ്പളം കൊടുക്കുന്നില്ല കൃത്യമായിട്ട്. അതുപോലെ അത് ഉച്ചകഞ്ഞിയുടെ കേസ് തന്നെ ഞാൻ പറയാതെ താങ്കൾക്കറിയാമല്ലോ. അതായത് പിന്നെ ആരെങ്കിലും പ്രിൻസിപ്പൽ, അതായത് ഹെഡ് മാസ്റ്റർ ആകാനോ ഹെഡ് മിസ്ട്രസ് ആകാനോ ആവശ്യപ്പെടേണ്ട പ്രൊമോഷൻ വഴി എല്ലാവരും കാക്ഷിക്കുന്ന, റിട്ടയർമെൻറ്റിന് മുൻപ് പിന്നെ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്തു എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്. വളരെ വർഷങ്ങളിൽ വർക്ക്, പക്ഷേ ആരും സ്കിപ്പ് ചെയ്യുക, വേണ്ട ഞങ്ങൾക്ക് ഹെഡ് മിസ്ട്രസ് ആവണ്ട, ഹെഡ് മാസ്റ്റർ ആകട്ടെ. കാരണം എന്താ, അവർ തന്നെ പോക്കറ്റിൽ നിന്ന് ഒന്നുമല്ലെങ്കിൽ കടമെടുത്ത് അതും അല്ലെങ്കിൽ പിരിവ് നടത്തി ഒക്കെ വേണം ഉച്ചക്കഞ്ഞി നടത്താൻ. അത്ര അരക്ഷിതാവസ്ഥ. ഈ 1960കളിൽ ആദ്യം ഉച്ചക്കഞ്ഞി പദ്ധതി തുടങ്ങിയത് പിന്നെ തമിഴ്നാട്ടിലാണെന്ന് ഓർക്കണം. അതിനുശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ആ പദ്ധതി വളരെ നല്ലതാണ് എന്ന് തീരുമാനിച്ചെടുത്തത്. അത് മാത്രമല്ല, അതിൻ്റെ പ്രസക്തി ഇപ്പോൾ അങ്ങേയറ്റം വളർന്നിരിക്കുക. കാരണം മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോള് എന്താണ്? മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ 17 ഗോൾസുള്ള, അതായത് 2030 മുൻപ് നേടിയെടുക്കേണ്ട, ലോകരാജ്യങ്ങൾ മുഴുവനും നേടിയെടുക്കേണ്ട 17 ഗോൾസ്. അതിൽ രണ്ടാമത്തെ ഗോളാണ് പട്ടിണിയില്ലാത്ത, പോഷക ദാരിദ്ര്യമില്ലാത്ത ജനജീവിതം എന്നുള്ളത്. അത് മാത്രമല്ല, നമ്മളിവിടെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 പാസ്സാക്കി. അതും നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി നമ്മുടെ അവകാശമാണ്, ഭക്ഷണം നമ്മുടെ അവകാശമാണെന്നാക്കുന്ന അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾക്കിടയ്ക്ക്, ആവശ്യങ്ങൾക്കിടയ്ക്കാണ് ഈ പറയപ്പെട്ട ഉച്ചകഞ്ഞിക്ക് പിന്നെ ഫസൈ സ്റ്റാൻഡേർഡ്സ് ഒന്നും നോക്കണ്ട, എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡ്. പിന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ ഇടപെട്ടിട്ട് ഒരു പക്ഷേ പഴയതുപോലെ തന്നെ എന്നിട്ട് നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറഞ്ഞ കാലയളവിൽ തന്നെ കോഴിക്കോട് മുതൽ ഇവിടെ ട്രിവാൻഡ്രം വരെ പല ജില്ലകളിലും പല ഗവൺമെൻറ് സ്കൂളുകളിൽ, പ്രൈവറ്റ് സ്കൂളുകളിലല്ല. കാരണം എന്നാ, പ്രൈവറ്റ് സ്കൂളിന് പ്രശ്നങ്ങളുണ്ടാകുമെന്ന് വിചാരിച്ച് അവർ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തും. അപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ഉച്ചക്കഞ്ഞി പ്രശ്നമായിട്ട് പിന്നെ വിഷബാധയൊക്കെ ഉണ്ടായത്. അതുമൊക്കെ കണ്ടില്ലെന്ന് നടിച്ചാണ് ഇങ്ങനെയുള്ള തീരുമാനം. കാരണം ഗവൺമെൻറ് കയ്യിൽ പണമില്ല. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് കിട്ടുന്ന പണം എവിടെ പോകുന്നു അത് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇപ്പം നമ്മുടെ ബജറ്റ് പിന്നെ ഇൻ ബ്രീഫ്, അതാണല്ലോ ഒറിജിനൽ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ്. ആ ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിയാൽ 19,975 കോടി നികുതി കുടിശ്ശികയുണ്ട്. അതിൽ 15,000 കോടിയോളം രൂപ ഒരു പ്രശ്നവുമില്ല, ട്രൈബ്യൂണലിലോ എവിടെയും കിടക്കാത്ത, കേസിലോ ഒന്നും പെടാത്ത, നേരിട്ട് പിരിച്ചെടുക്കാവുന്ന ഫണ്ടാണ്. അത് എന്തുകൊണ്ട് പിരിച്ചെടുക്കുന്നില്ല ഗവൺമെൻറ്? അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് CAGയുടെ ഒരു ഇതുണ്ട്. അത് CAG എന്താ പറയുന്നത്? CAG പറയുന്നത് ഗവൺമെൻറ്റിലെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല. അപ്പോൾ ഓഡിറ്റേഴ്സിൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് നടക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. ആ ഓഡിറ്റേഴ്സിനോട് ചോദിച്ചു നോക്കിയപ്പോൾ അവരെന്താണ് പറയുന്നത്? ഞങ്ങൾ റെഡിയാണ്, ഓഡിറ്റിങ്ങിന് തയ്യാറായി ചെല്ലുമ്പോൾ വകുപ്പുകൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്താണ് വകുപ്പുകൾ സമ്മതിക്കാത്തതിൻ്റെ കാരണം? അത് ചോദിക്കുമ്പോൾ അവർ കൃത്യമായ ഉത്തരം പറയുന്നില്ല. പക്ഷെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, അവർ ചെലവഴിക്കേണ്ടിയിരുന്ന ഫണ്ട് വകമാറ്റി ചെലവഴിച്ച് കാണും. അല്ലെങ്കിൽ എന്തെങ്കിലും ദൂരത്ത് പോലെ, നമുക്കറിയാം ആദിവാസികളുടെ ഇവിടെ കോർപ്പറേഷൻ്റെ കാര്യം തന്നെ, ആദിവാസി ഫണ്ട് പിന്നെ വകമാറ്റി എന്ന് വെച്ചാൽ കള്ള രസീതിട്ട് ആദിവാസികളല്ലാത്തവർ ആദിവാസി എന്ന പേരിൽ ഇട്ട് പിന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എടുക്കുന്നു. അങ്ങനെ എത്ര കേസസൊക്കെ ട്രിവാൻഡ്രത്തും കേരളത്തിലാകെ ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്പം CAG പറയുന്നത് പോലെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രോപ്പറല്ല ഫണ്ട് യൂട്ടിലൈസേഷൻ, അത് വേറൊന്ന്. പിന്നെ അതുപോലെ CAG പറയുന്നു കാര്യക്ഷമമായിട്ട് പിന്നെ പിരിച്ചെടുക്കുന്നില്ല നികുതിയേതര വരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ 2020 ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ CAG പുറത്തു വിട്ട CAG റിപ്പോർട്ട് നമ്പർ 2 പറയുന്നുണ്ട്. റവന്യൂ സെക്ടറിനെ പറ്റിയുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 28,258.39 കോടിയുടെ കുടിശ്ശിക റവന്യൂ, അത് നികുതി കുടിശ്ശിക മാത്രമല്ല, നികുതിയേതര വരുമാന കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്താറില്ല. CAG ആവശ്യപ്പെടുക, ഞങ്ങളിതാ ഓഡിറ്റിങ്ങിന് വരുന്ന ഇന്ന വകുപ്പിലേക്കെന്ന് പറയുമ്പോഴാണ് ഇവർ ഓടിക്കതച്ച് ഓഡിറ്റിങ്ങിന് പോവുക. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കെടുകാര്യസ്ഥത. പിന്നെ ഇലക്ട്രൽ ബോണ്ട് ഞങ്ങൾ മേടിച്ചില്ലല്ലോ എന്ന് CPM വലിയ പിന്നെ ഗീർവാണം മുഴക്കാറില്ലേ? എന്താണ് ഈ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ? അത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ വേറൊരു രീതി അല്ലേ?
അതായത് സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ കേരളീയം നടത്തിയ സമയത്ത് അതിൻ്റെ നടത്തി മാത്രം മാറുന്നേ ഉള്ളൂ. ഇത് പരിപാടി നടത്താൻ വേണ്ടിയിട്ട് പണം വേണം. പണം എവിടുന്ന് കിട്ടും, എവിടുന്നും കിട്ടുമെന്ന് മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും അറിയാം. അങ്ങനെയാണ് സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ പറഞ്ഞയക്കുന്നു. എന്നിട്ട് കേരളീയം കഴിഞ്ഞ ദിവസം അവാർഡ് കൊടുത്തു. ആർക്കാ അവാർഡ് കൊടുത്ത്? കമേഴ്ഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെഡിനാണ്, അതായത് ഈ നികുതിയൊക്കെ പിരിച്ചെടുക്കേണ്ട വകുപ്പിൻ്റെ ഹെഡിനാണ് അവാർഡ് കൊടുത്തത്, ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തതിന്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ഒരു വശത്തെ ഒരു പാലം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടേ? സ്പോൺസർഷിപ്പൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നികുതി ചോദിക്കാൻ ചെല്ലുമ്പോൾ ഒന്ന് മിണ്ടരുത് എന്നുള്ള ഒരു ആംഗ്യമുണ്ട് അവിടെ. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ കുടിശ്ശികയൊക്കെ ഇത്രയധികം നികുതിയേതര വരുമാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ക്വാറി മേഖല. ക്വാറി മേഖലയിൽ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്ക് വളരെ ചെറിയ ഒരു നക്കാപ്പീച്ച പോലെയുള്ള ഒരു എമൗണ്ടാണ് ഒരു വർഷത്തേക്കായിട്ട് ഫിക്സ് ചെയ്യുന്നത് ഒരു ക്വാറിക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ. ആ എമൗണ്ട് കഴിഞ്ഞാൽ പിന്നെ അവർ അതിന് പിന്നെ എത്രയോ ട്രക്ക് ലോഡ്സ്, അതായത് 100 ട്രക്ക് അല്ലെങ്കിൽ 365 ട്രക്ക് ലോഡ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ട്രക്ക് ലോഡ്സ് ഓഫ് കല്ല് വെട്ടി ഇറക്കി കൊണ്ടുപോകുമ്പോഴും ഈ നക്കാപ്പീച്ച തന്നെയാണ് സർക്കാരിന് കിട്ടുന്നത്. പക്ഷേ കിട്ടുന്നവരുണ്ട്, രാഷ്ട്രീയക്കാർ, സ്ഥലത്തെ പ്രമുഖർ, അങ്ങനെ കുറേ പേർ കൊണ്ട് പണം കിട്ടും. നമ്മൾ ചിലപ്പോഴൊക്കെ അത്തരം കഥകൾ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അതായത് ക്വാറി മാഫിയയെ തടഞ്ഞാൽ തന്നെ ക്വാറികളുടെ കാര്യം തന്നെ നോക്കണം. 435 ക്വാറികൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് തൃശ്ശൂർ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്ക്. പക്ഷേ മൈനിങ് ആൻഡ് ജിയോളജിയുടെ വകുപ്പിൽ 600-ൽ ചില്ലുവാനും ക്വാറികളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ക്വാറിയുടെ ഒരു പൈസ പോലും, ഞാൻ നേരത്തെ പറഞ്ഞ ചില്ലി കാശ് പോലും ഖജനാവിൽ എത്തുന്നില്ല. അപ്പം അത്ര നിഷ്ക്രിയത്വം, അത് പരസ്പരം കൈ കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് സ്പോൺസർഷിപ്പ് പോലെ അണ്ടർസ്റ്റാൻഡിങ്ങാണ് ഇവരൊക്കെ തമ്മിൽ. അപ്പോൾ ഖജനാവിൽ എത്തുന്നില്ല, പക്ഷേ പോക്കറ്റിൽ എത്തുന്നുണ്ട്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോക്കറ്റിലെത്തിയാലല്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനൊക്കെ ഉള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ പറ്റി ഒന്നും ചെയ്യാത്ത ഗവൺമെൻറ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്ന് ഡിജിറ്റൽ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വേണമെങ്കിൽ അവസാനം കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത പോലെ കിറ്റും ഒക്കെ കൊടുക്കത്തക്ക രീതിയിലുള്ള, അതായത് ആൾക്കാരെ സഖാക്കളെ അയച്ച് കയ്യിൽ പണം വെച്ച് കൊടുക്കുക, അതൊക്കെയായിരിക്കും തന്ത്രങ്ങൾ. അവസാനം ഇലക്ഷൻ അതായത് സംസ്ഥാന ഇലക്ഷൻ വരാൻ സമയത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും അതിനു മുമ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ട്. എന്തായാലും കടുത്ത ധനപ്രതിസന്ധിയാണ്. ആരുടെ കാര്യത്തിൽ? പൊതുജനങ്ങളുടെ കാര്യം. ഈ ശമ്പള വർധനവ് ഇവർക്ക് ഉണ്ടായി കഴിയുമ്പോൾ ഒന്നും കൂടെ കൂടുകയാണെന്ന് പറയാനുണ്ടോ? അപ്പോൾ അതിനെപ്പറ്റി, ശമ്പള വർധനവിനെ പറ്റി പറയുമ്പോൾ എന്തായിരുന്നു 2018 ഫിക്സ് ചെയ്ത ശമ്പള വർധനവ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് കുഴപ്പമില്ല. അതായത് അന്ന് നിലവിലിരുന്ന ശമ്പളം 55,012 രൂപയായിരുന്നു മന്ത്രിമാരുടെ ശമ്പളം 2018 വരെ. അത് അന്ന് വർദ്ധിപ്പിച്ചത് 97,429 രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചത് മന്ത്രിമാരുടെ. MLA-മാരുടേത് 39,500 ആയിരുന്നത് 70,000 ആക്കി വർദ്ധിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവരുടെ പേഴ്സണൽ സ്റ്റാഫൊക്കെ സെക്രട്ടേറിയറ്റ് സർവീസിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ അവർ തന്നെ താഴെ പദവിയിൽ ഇരിക്കുന്നുവെങ്കിൽ പോലും 1,40,40,000 രൂപയൊക്കെ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 70,000 ഒരു MLA മേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു മന്ത്രി എത്രയാണ് മേടിക്കുന്നത്? 97,000 മേടിക്കും, 97,400 മേടിക്കും എന്നൊക്കെ പറയണത്. ഇവർക്ക് ഇത് കൂടാതെ യാത്രപ്പടിയുണ്ട്. ഉണ്ട്. അതിപ്പോൾ ശമ്പളത്തിന്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കണേ ഇതുപോലെ ഒരു അവസ്ഥയായത് കാരണം, അതായത് ഇവരുടെ ഇരട്ടി ശമ്പളമാണ് ഇവരുടെ അസിസ്റ്റൻസൊക്കെ പേഴ്സണൽ സ്റ്റാഫ് വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവരുടെ പേഴ്സണൽ അസിസ്റ്റൻസ് ആയിട്ടുള്ളവരൊക്കെ വാങ്ങും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു 50% വർധനവാണ് ലാക്കാക്കുന്നത്. ഈ ശമ്പളവും 50% വർധനവും എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നില്ല ഇപ്പോഴത്തെ ശമ്പളത്തിൻ്റെ നിലനിൽപ്പ്. പക്ഷേ ഇപ്പോൾ താങ്കൾ ചോദിച്ച ആ കാര്യങ്ങളുണ്ടല്ലോ, അതായത് മറ്റ് ചെലവുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് മുഴുവൻ അവനവന് മാത്രമല്ല വീട്ടിലുള്ളവരുടെയും ആസ്പത്രി ചെലവുകൾ വന്നാൽ ചികിത്സാ ചെലവുകളെല്ലാം വഹിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എങ്കിലും അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം മന്ത്രിയായിരുന്നിട്ടുണ്ട്, ഇവിടെ MLA ആയിരുന്ന സമയത്ത്
ട്രീറ്റ്മെൻറ്റിന് അമേരിക്കയിൽ പോയി ട്രീറ്റ്മെൻറ്റ് ഉണ്ട് 1,92,00,000 രൂപ വാങ്ങിച്ച ഒരു MLA എനിക്കറിയാം. ആ പേര് വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ, പക്ഷേ വേണ്ട, അദ്ദേഹം മരിച്ചുപോയി, അതുകൊണ്ട് ഇനി പറയണ്ട. അപ്പോൾ അങ്ങനെ അത്രയും അത്ര വരെ അപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ മന്ത്രിമാരിൽ തന്നെ എത്ര പേര് ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിൽ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ള ചിലവുകൾ മുഴുവനും പരിവാരത്തോടു കൂടിയാണ് പോകുന്നത്. ആ ചിലവുകൾ മുഴുവനും സർക്കാർ തലയിൽ തന്നെയാണ് വരുന്നത്. ഒക്കെ പോകട്ടെ, മന്ത്രിക്ക് വീടുണ്ട്, വീട് നമുക്കറിയാം, മരപ്പട്ടി, അങ്ങനെയൊക്കെ വളരെ, അതായത് എന്താണ്, ഗോശാലയ്ക്ക് വേണ്ടി പണം, അതുപോലെ ലിഫ്റ്റിന് വേണ്ടി പണം, അതുപോലെ തന്നെ പിന്നെ നീന്തൽ കുളത്തിന് വേണ്ടി, അതിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടി, ഇങ്ങനെ ഏതെല്ലാം തരത്തിലാണ് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത്. അങ്ങനെ ചെലവഴിച്ച് പണിയുന്ന മന്ത്രിമന്ദിരങ്ങളിൽ ആണ് മരപ്പട്ടി ശല്യം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാമല്ലോ, ഈ മരപ്പട്ടി എന്ന് പറയുന്നത് വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ജീവിയാണ്. ഒരു തരത്തിലും അതിന് വീടിനകത്ത് കിടക്കുന്നത് തടയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ മരപ്പട്ടി ശല്യം അനുഭവിക്കേണ്ടി വരുന്നത്, തടയാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം തമാശകൾ നമ്മൾ കേൾക്കുന്നു. അതുപോലെ ഓരോ മന്ത്രിക്ക് പോകട്ടെ, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് പോലെയായിട്ടൊക്കെ വന്ന്, അല്ലെങ്കിൽ ഓരോ കോർപ്പറേഷൻ്റെ ചെയർമാൻ പദവിയിലേക്ക്, അതായത് വികസന സുരക്ഷ അങ്ങനെ വെച്ചാൽ വികസന കോർപ്പറേഷൻ, ഉദാഹരണം ഖാദി ഗ്രാമോദ്യോഗ ഭവൻ പോലെയൊക്കെ ഉള്ളതിൻ്റെ കോർപ്പറേഷൻ്റെ ഒക്കെ ചെയർമാന്മാരായിട്ടൊക്കെ വരുന്നവർക്ക് വേണ്ടി ലക്ഷങ്ങളുടെ എന്ന് വെച്ചാൽ 35 ലക്ഷത്തിലൊക്കെ കൂടിയ പുതിയ കാറുകൾ വാങ്ങുന്നു, 3 വർഷമായ കാറുകൾ ഒഴിവാക്കുന്നു. ഈ തരത്തിൽ നമ്മൾ ഒത്തിരി കഥകൾ കേൾക്കും. അപ്പോൾ എല്ലാ മന്ത്രിമാർക്കും കാറ്, അത് തീർന്നില്ല. ആ കാറിന് പിന്നെ വാഹനം മാത്രമല്ല, വസതി മാത്രമല്ല, പേഴ്സണൽ സ്റ്റാഫ് മാത്രമല്ല, യാത്രാബത്ത, അത് പലിശരഹിത ലോൺ സൗകര്യങ്ങൾ MLA-മാർക്കും മന്ത്രിമാർക്ക് അതെ, പലിശരഹിത വായ്പ. അപ്പോൾ എത്ര വലിയ കൊട്ടാരം പോലത്തെ വീട് വെക്കണമെങ്കിലും പലിശരഹിത വായ്പ കിട്ടുന്നു എന്നുള്ളതൊക്കെ തന്നെ. പിന്നെ അവർക്ക് മന്ത്രിമാർക്കാണെങ്കിൽ പോകുന്നിടത്ത് എവിടെയും വാടകയ്ക്ക് താമസിക്കേണ്ട, അവിടെയൊക്കെ അവർക്ക് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. MLA-മാർക്കാണെങ്കിലും ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അങ്ങനെ സർവ്വ സന്നാഹങ്ങളോടും കൂടിയാണ് ഇവർ ജീവിക്കുന്നത്. എന്നിട്ട് പേഴ്സണൽ സ്റ്റാഫ് എത്രയാണ് ജനങ്ങളുടെ പുറത്തേക്ക് അതും വരുന്നത്. അതായത് പ്രതിപക്ഷ നേതാവിന് മാത്രമാണ് 30-ൽ താഴെ പിന്നെ പേഴ്സണൽ സ്റ്റാഫ് ഉള്ളത്. അതെത്രയാണെന്ന് നിങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അപ്പോൾ അതേ സമയത്ത് ഗവൺമെൻറ് സെക്ടറിൽ ബാക്കി എല്ലാവർക്കും 30-ന് മുകളിലുള്ളവരും ഉണ്ട്. അത് മുഖ്യമന്ത്രിക്ക് മാത്രമായിരിക്കാം 37 വരെ പേഴ്സണൽ സ്റ്റാഫ് ഉള്ളത്. അപ്പോൾ ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഒക്കെ കാര്യം ഗവൺമെൻറ് സർവീസിൽ നിന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ അവർക്ക് നോർമലി പെൻഷൻ കിട്ടും, അവരുടെ സാധാരണ. അല്ലാത്തവർക്കെല്ലാം, അതായത് വെറുതെ വഴിയെ പോയവരെ വിളിച്ച് വഴിയെ പോയവരെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരായിരിക്കുമല്ലോ, അവർക്ക് പിന്നെ അവരെ പേഴ്സണൽ സ്റ്റാഫായിട്ട് വെച്ചാൽ 2 വർഷം കഴിഞ്ഞ് 1 ദിവസം കൂടെ സർവീസായി കഴിഞ്ഞാൽ അവർക്ക് ജീവിതകാലം മുഴുവനും പെൻഷൻ, ഈ ശമ്പളം കിട്ടുന്നത് പോയി പിന്നെ അവർക്ക് പെൻഷനുള്ള അർഹതയായി. ഇതുപോലെ 20-21 മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫ് 30 പേര് വീതം ഉണ്ടെങ്കിൽ എത്ര പേരാണ് പെൻഷൻ കിട്ടുന്ന അർഹത നേടുന്നവർ? അപ്പോൾ 1956 മുതൽ ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ അങ്ങനെ തന്നെ പെൻഷൻ അർഹത മേടിച്ചിട്ടുള്ളവർ എത്ര? അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കേണ്ടത്, ഇതൊക്കെ എവിടുന്നാണ് ഈ ഫണ്ടെല്ലാം പോകുന്നത്? ഇതൊക്കെ പോകുന്നത് നികുതി പണത്തിൽ നിന്നാണ്. ഈ 999 1000 വാഗ്ദാനങ്ങൾ കൊടുത്തിരിക്കുന്നത് ജനങ്ങൾക്കാണ്. ആ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് ഈ പറയപ്പെട്ട നികുതിയൊക്കെ പിരിച്ചെടുക്കുന്നത്. നികുതി മാത്രമല്ല, നികുതിയേതര വരുമ അത് പിരിച്ചെടുക്കുന്നതിൽ അവധാനത കാണിക്കുന്നില്ല. അതായത് എങ്ങനെയോ നടക്കട്ടെ, അത് കാര്യക്ഷമത ഒട്ടുമില്ല ഇത്തരം കാര്യങ്ങളിൽ. നികുതി പിരിക്കുന്ന കാര്യത്തിലോ ആരാണ് സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്നത്? പാവപ്പെട്ടവരാണ് സാധാരണ രീതിയിൽ. അതായത് അവരുടെ കയ്യിൽ കിട്ടുന്ന മുഴുവൻ പൈസയ്ക്കും അവർ സാധന സാമഗ്രികൾ വാങ്ങുന്നു, എല്ലാത്തിന്മേലും അവർ നികുതി കൊടുക്കുന്നു. അതേസമയത്ത് വലിയ ശമ്പളക്കാരോ വലിയ പണക്കാരോ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നിത്യോപയോഗ സാധനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി മാത്രമേ അവർ നികുതി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നികുതി ഭാരം ശരിക്ക് വീഴുന്നത് സാധാരണക്കാരായ ജനങ്ങളിലാണ്. അങ്ങനെയുള്ള ആ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ പറയപ്പെട്ട 13 ഉൽപ്പന്നങ്ങൾ വില വർദ്ധിപ്പിക്കാതെ കൊടുക്കുമെന്നൊക്കെയുള്ള വാഗ്ദാനം ചെയ്ത് ഭരണത്തിൽ വരുന്നത്. അത് കഴിയുമ്പോൾ അവരെ പാടെ മറന്നുകൊണ്ട്, ഇപ്പം നമുക്കറിയാം ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് കൊടുക്കാത്ത കാരണം അവരുടെ ക്ലാസ് മുടങ്ങിയിരിക്കുകയാണ്. അവരെ വിളിക്കാൻ വിടുന്ന ബസ്സുകൾ, ആ ബസ്സിൻ്റെ പിന്നെ ട്രിപ്പ് നിർത്തിയിരിക്കുകയാണ്. കാരണം പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലാത്ത. അങ്ങനെ ഇപ്പം ഈ അടുത്ത ദിവസം നമ്മൾ കേൾക്കുന്നു, പോലീസിനോട് വലിയ കർശനമായിട്ട് പറഞ്ഞിരിക്കുന്നു, പെട്രോൾ
ചെലവഴിക്കുന്നത് വളരെ കുറച്ച് വേണം. അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും അല്ലെങ്കിൽ ഒരിടത്തും AC ഉപയോഗിക്കരുത്, AC കാറിൽ പോയാൽ പോലും AC പ്രവർത്തിപ്പിക്കരുത്. ഇതുപോലെയൊക്കെ ഏത് തരത്തിലുള്ള ഒരു സംസ്ഥാനത്തായിരിക്കും ഉണ്ടാവുക? ഈ കേരളത്തിൽ, ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത്ര ദുരവസ്ഥയുണ്ടോ? അത്ര രൂക്ഷമാണ് ധനപ്രതിസന്ധി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ശമ്പള പരിഷ്കരണത്തെപ്പറ്റി നിഷ്കരുണം. അപ്പോൾ ഇത് പറയുമ്പോഴാണ് എനിക്ക് ആ പുസ്തകം പറയാതിരിക്കാൻ പറ്റില്ല. ജെയിംസ് ഓട്ടിസൺ എന്ന് പറഞ്ഞ ഒരു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ അടുത്ത കാലത്ത് ഇറക്കിയ ഒരു പുസ്തകമുണ്ട്. 7 Deadly Economic Sins എന്നാണ് ആ പുസ്തകം. അതായത് ഡെമോക്രസിയെ ബാധിക്കുന്ന 7 മാരക സാമ്പത്തിക പാപങ്ങൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ. അപ്പോൾ എന്താണ് ലോകത്ത് മുഴുവൻ, ഡെമോക്രസിയെ മാത്രമല്ല, നമ്മൾ വ്ളാഡിമിർ പുതിനെ നോക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് പറയുന്നു, പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനാണ് വ്ളാഡിമിർ പുടിൻ എന്ന് കണക്കുകളുണ്ട്. അതുപോലെയാണ് ഓരോ അതായത് അധികാരത്തിലെത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ. ഇപ്പം നമ്മൾ ഓർക്കും നമ്മുടെ പ്രധാനമന്ത്രിക്ക് കുടുംബമില്ല, മക്കളില്ല, അത് കാരണം കൊണ്ട് കൂടുതലായിട്ട് കരുതി വെക്കണമെന്നില്ല. പക്ഷേ അദ്ദേഹം കരുതി വെക്കുന്നത് മുഴുവൻ ആർക്ക് വേണ്ടിയാണ്? എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഏതോ ആ പ്രത്യയശാസ്ത്രത്തെ പോറ്റി വളർത്താനായിട്ട് ധാരാളമായിട്ട് പണം കൊടുക്കുമെന്ന് ഉറപ്പുള്ള കോർപ്പറേറ്റുകളെയാണ് അദ്ദേഹം പോറ്റി വളർത്തുന്നത്. അപ്പോൾ അദ്ദേഹവും കറപ്റ്റാണ്, അങ്ങേയറ്റം കറപ്റ്റാണ്, അല്ലെന്ന് പറയാൻ ഒക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്തെ പറ്റിയാണ് ജെയിംസ് ഓട്ടിസൺ ഇതുപോലൊരു പുസ്തകം എഴുതിയിരിക്കുന്നത്. എന്താണ് ആ മാരക പാപങ്ങൾ? ഗ്രീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഹങ്കാരം. പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം. ഗ്രീഡ് എന്ന് പറഞ്ഞാൽ ആർത്തി. നമുക്കറിയാം രാഷ്ട്രീയക്കാരുടെ ഓരോരുത്തരുടെ ആർത്തി എങ്ങനെയൊക്കെയാണ് കൈയിട്ട് വരുന്നത് എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് ചുറ്റുവട്ടത്തിലുള്ള നേതാക്കന്മാരൊക്കെ തന്നെ ഇതിൻ്റെ കെണിയിലാണ്. അപ്പോൾ അങ്ങനെ എപ്പോഴാണ് ഇ ഡി വരിക എന്ന് ചെവി ഓർത്തിരിക്കുന്നവരാണ് അത്തരക്കാർ. അപ്പോൾ രണ്ടാമത്തത് ഇത് ഗ്രീഡാണ്. മൂന്നാമത്തത് ലസ്റ്റാണ്, അതായത് കാമം. നാലാമത്തത് എൻവിയാണ്, അതായത് അസൂയ. അഞ്ചാമത്തത് ഗ്ലൂട്ടണിയാണ്, അതായത് ആർത്തി പോരാ, അത്യാർത്തിയാണ്. പിന്നെ അതിനടുത്തത് ആണെങ്കിൽ റാത്ത്, കോപം. അതായത് നമുക്കറിയാമല്ലോ, കേരളത്തിൽ തന്നെ നമുക്ക് അനുഭവങ്ങളുണ്ട്. ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുക, ഹെൽമറ്റ് കൊണ്ട് തലക്കടിക്കുക, ഇതൊക്കെ ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറയത്തക്ക രീതിയിലുള്ള കോപം. അതാണ് അന്യനോടുള്ള കോപം. അപ്പോൾ അതുപോലെ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞാൽ സ്ലോത്ത് എന്ന് പറഞ്ഞാൽ അലസത. അതായത് അതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചത്. ഇത്ര രൂക്ഷമായ ധനപ്രതിസന്ധി ഉണ്ടാകാൻ കാരണം ഭരണകൂടത്തിൻ്റെ അലസതയാണ് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അതിനെ എതിർക്കാൻ പറ്റുമോ? കാരണം ഒരു വലിയ ഭരണസിരാകേന്ദ്രം ഉണ്ടാക്കിയിട്ട് അതും ജനങ്ങളുടെ പണം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ട് അതിനെ ഒഴിവാക്കിയിട്ടിട്ട് കേരളീയം, നവകേരള സദസ്സ് എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കുക. ഭരണസിരാകേന്ദ്രത്തിൽ ആരുമില്ല, ഭരണം നടത്തുന്നില്ല. അതായത് നികുതി പിരിക്കുന്നുണ്ടോ, ഈ കള്ളന്മാർക്കെതിരായിട്ട് കേസ് എടുക്കുന്നുണ്ടോ, അതായത് നികുതി കൊടുക്കാത്ത കള്ളന്മാർക്കെതിരായിട്ട് കേസ് ഒന്നും നോക്കാൻ ആളില്ല. അങ്ങനെ അലസത കാണിച്ചതിൻ്റെ ഫലമാണ് ഇത്ര രൂക്ഷമായ, അതായത് കേരളം ഒരിക്കലും കാണാത്തത്ര ധനപ്രതിസന്ധിയിലേക്ക് എത്തിയത് അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ള ഈ സംസ്ഥാനത്തെ മന്ത്രിമാർക്കൊക്കെ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇവർക്ക് കോമൺ സെൻസ് ഇല്ലേ? അതോ ഇവർക്ക് എന്ത് സെൻസാണ് ഉള്ളത്? ജാള്യത എന്ന് പറയണമെന്ന് തോന്നുന്നില്ലേ എന്ന് നമുക്ക് അത്ഭുതം തോന്നും. ഈ ശമ്പള പരിഷ്കരണത്തെപ്പറ്റി ഇത്തരുണത്തിൽ വേറൊരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിൽ ഒരു പുതിയ ശമ്പള പരിഷ്കരണത്തെപ്പറ്റി അവരുടെ നിലവിലിരിക്കുന്ന ശമ്പളം അല്ല നമ്മളെ സംബന്ധിച്ച്, കിമ്പളമാണ് നമ്മളെ സംബന്ധിച്ച്. ശമ്പളത്തോടൊപ്പം പോകുന്ന മറ്റ് നിരവധി അലവൻസുകൾ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ പറയാനുള്ളത്, അവരുടെ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് ന്യായമായ അവകാശമാണ്. പക്ഷേ അത് ടൈംലി അല്ല, അസമയത്താണ്. അപ്പോൾ അസമയത്തായതുകൊണ്ട് ഇവരെന്ത് ചെയ്യണം? ഇവരിപ്പോൾ ഒരു മാതൃക കാണിക്കണം ജനങ്ങൾക്ക് വേണ്ടി. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവരെ തിരഞ്ഞെടുത്തയച്ച മഹാജനത്തിന് വേണ്ടി അവരെയാണ് മുന്നിൽ നിർത്തുന്നത്. അവരുടെ ക്ഷേമമാണ് ഇവരുടെ ആഗ്രഹം അല്ലെങ്കിൽ ഇവരുടെ കർത്തവ്യമെന്ന് ഇവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യണം. 10 വർഷമാകട്ടെ ശമ്പള പരിഷ്കരണത്തിന് എന്നുള്ള ഒറ്റ തീരുമാനം അങ്ങ് എടുക്കണം. ഒരു തീരുമാനവും വേണ്ടത് ശക്തമായിട്ട് ഈ ഗവൺമെൻറ് എടുത്തിട്ടില്ല കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ. ഈ ഒരു തീരുമാനം അവർ ശക്തിയായിട്ട് അങ്ങ് എടുക്കണം.
10 വർഷത്തിലാകട്ടെ ശമ്പള പരിഷ്കരണം. 10 വർഷത്തിലാക്കാന്ന് വെച്ചാൽ 2028 ഈ ഗവൺമെൻറ് ആയിരിക്കത്തില്ല, അടുത്ത ഗവൺമെൻറ് ചിലപ്പോൾ ഇവരുടേതാകാം, ചിലപ്പോൾ UDF-ൻ്റേതാകാം. അന്ന് ശമ്പള പരിഷ്കരണം മതി. അതെന്തിനാണ് ഞാൻ അങ്ങനെ പറയണതെന്ന് അറിയാമോ? ഈ സംസ്ഥാനത്തിൻ്റെ ഇങ്ങനെ പോയാൽ, അതായത് ഇന്ത്യയിലെ വേറെ ഒരു സംസ്ഥാനത്തുമില്ല 5 വർഷ ശമ്പള പരിഷ്കരണം. 10 വർഷ ശമ്പള പരിഷ്കരണമായി എല്ലാവരും ഫോളോ ചെയ്യുന്നു. കേരളത്തിലും ഒന്നുകിൽ അമേരിക്കയിലെ പോലെ ഈ അതായത് 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കൂടുമ്പോഴല്ല ശമ്പള പരിഷ്കരണം. എഫിഷ്യൻസി നോക്കി ഇൻക്രിമെൻ്റ്, പ്രൊമോഷൻ. അങ്ങനെ പല വികസിത രാജ്യങ്ങളിലും അങ്ങനെയാണ്. വെറുതെ ശമ്പള പരിഷ്കരണമല്ല, ഒന്നിനും കൊള്ളാത്തവൻ ആദ്യം വാങ്ങുന്ന ശമ്പളം കൊണ്ട് തന്നെ ഇരിക്കട്ടെ. അതേ സമയത്ത് മിടുക്കർ നല്ല ശമ്പളം, ഒന്നിനും കൊള്ളാത്തവർ ഒരു പിരിച്ചു വിടുകയല്ല, തന്നെ പിരിഞ്ഞു പോകേണ്ടി വരും. അതാണ് അവസ്ഥ. അപ്പോൾ ഈ എഫിഷ്യൻ്റ് ആയിട്ടുള്ളവർക്ക് ഇൻക്രിമെൻ്റ്, പ്രൊമോഷൻ ഇതൊക്കെ കൊടുത്ത് അവർ പടികൾ കയറി പോകും. അങ്ങനെയൊരവസ്ഥ കേരളത്തിൽ വരണം. അപ്പോൾ എല്ലാവരും കേരളത്തിലുള്ള ഈ അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റ് സ്റ്റാഫോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിപ്പിക്കുന്നവരോ സ്കൂളിൽ ആരും മോശക്കാരല്ല, പക്ഷേ കള്ളന്മാരാണ്. അതായത് വേണ്ടി വന്നാലേ അവരുടെ കഴിവ് അവർ പുറത്തെടുക്കുകയുള്ളൂ. അതായത് നിങ്ങളുടെ ഇൻക്രിമെൻറ്റ് ബേസ്ഡ് ഓൺ യുവർ എഫിഷ്യൻസി എന്നൊരു നിയമം വന്നു കഴിഞ്ഞാൽ എല്ലാവരും എഫിഷ്യൻ്റ് ആവും. എല്ലാവരും പുതിയ ടെക്നോളജിയൊക്കെ വളരെ ഈസി ആയിട്ട് വശമതരാക്കും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കും, നികുതി വരുമാനം വർദ്ധിക്കും, ഖജനാവും നിറയും. അപ്പോൾ ഒന്നുകിൽ അത്തരം ഒരു സിസ്റ്റത്തിലേക്ക് പോകണം. അഭിജിത്ത് ബാനർജി 2019 നോബൽ പ്രൈസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന അഭിജിത്ത് ബാനർജി ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇങ്ങനെ നടപ്പാക്കുന്നതിൽ അമേരിക്ക എങ്ങനെ എഫിഷ്യൻസിയെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളത് പറയാൻ വേണ്ടി അദ്ദേഹം ഈ കോണ്ടെക്സ്റ്റ് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്ന 2019 പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൽ അദ്ദേഹം അത് പറയുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോടൊക്കെ ഉപദേശം ചോദിക്കാവുന്നതേ ഉള്ളൂ. ഗീതാ ഗോപിനാഥിനെ വിളിക്കട്ടെ സംസ്ഥാന ഗവൺമെൻറ്. ഗീതാ ഗോപിനാഥ് തന്നെ പറയും ഇത്തരം കാര്യങ്ങൾ. അവർ വളരെയധികം ആശങ്കയോടുകൂടിയാണ് കേരളത്തിൻ്റെ ധനപ്രതിസന്ധിയെ കാണുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഇപ്പോൾ വരുന്ന ഡെങ്കിപ്പനി പോലെയുള്ള രോഗങ്ങൾ അത് ആവർത്തിക്കപ്പെടുന്നത്, ഇതൊക്കെ അവർ വളരെ ഹെൽത്ത് സെക്ടറിൽ നന്നായി പെർഫോം ചെയ്യുന്നു എന്ന് പറയുന്ന കേരളത്തിൽ ഇത്തരം ഈ രോഗങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നത് ആശങ്കാജനകമാണെന്ന് അവർ തന്നെ പത്രപ്രവർത്തകരോട് പറഞ്ഞത് പേപ്പർ കട്ടിങ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ചോദിക്കേണ്ടവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും കേരളത്തിന് എന്താണ് ഒരു പ്രതിസന്ധി, ഈ ധനപ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറാമെന്ന്. അപ്പോൾ അങ്ങനെ ഇവർ ഈ 10 വർഷ ശമ്പള പരിഷ്കരണത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തൊഴിലാളികളോട് പറയാം അടുത്ത വർഷം നിങ്ങളുടെ ശമ്പള പരിഷ്കരണവും നമുക്കിനി 10 വർഷത്തിലൊരിക്കലാക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കയൊക്കെ ചെയ്യുന്നത് പോലെ എഫിഷ്യൻസി അനുസരിച്ച് അങ്ങനെ എന്ന് പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും, അങ്ങനെ മാർക്കിടുമ്പോഴേക്കും, അതുപോലെ മന്ത്രിമാർക്ക് മാർക്കിടട്ടെ. കൂടുതൽ ശമ്പള പരിഷ്കരണം വേണം, കൂടുതൽ കൊടുക്കണം എന്നുള്ള മന്ത്രിമാരെ ജനം തീരുമാനിക്കട്ടെ. ഏതൊക്കെ മന്ത്രിമാരെ എഫിഷ്യൻ്റായിട്ട് പെർഫോം ചെയ്യുന്നത്, ഏതൊക്കെ MLA ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ ബസ്സിലൊരു ഉണ്ടാക്കുന്ന ഒരു MLA. അപ്പോൾ അങ്ങനെയുള്ളവർക്കല്ല കൊടുക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു തീരുമാനം എടുക്കത്തക്ക രീതിയിൽ വേണം ഈ ശമ്പള പരിഷ്കരണത്തെ പറ്റി പര്യാലോചിക്കാൻ എന്നാണ് എൻ്റെ അഭിപ്രായം.